ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്ന നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിൻ്റെ പ്രവയെക്കുറിച്ച് പറയാനാണ് ഞാൻ സമയമെടുക്കുന്നത്. 2007 മാർച്ച് 11 ഈ പാട്ട് ഞാൻ എഴുതുന്നത്. ദൈവം എൻ്റെ ഈ ഗാനം തരുന്നത്. ഈ പാട്ടിൻ്റെ പിന്നിലെ ഒരു ചരിത്രം, ഞാൻ ജനിച്ചു വളർന്ന ഭക്തരായ മാതാപിതാക്കളുടെ കുടുംബത്തിലായിരുന്നു. വളരെ പ്രാർത്ഥിക്കുന്ന, ഭക്തിയുള്ള, ആരാധനകൾക്ക് ഒരുപാട് സമയമെടുത്ത് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ഭവനത്തിലെ കുടുംബ പ്രാർത്ഥന, എനിക്ക് 2 സഹോദരിമാരുണ്ട് മൊത്തം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ മണിക്കൂറുകൾ നീളുന്ന കുടുംബ പ്രാർത്ഥനയായിരുന്നു. കറണ്ട് പോലും ഇല്ലാത്തൊരു കൊച്ചു വീട്ടിനകത്ത് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ മണിക്കൂറുകൾ ആരാധിക്കുമായിരുന്നു. ഇന്നും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ സമയമെടുത്ത് വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളത് തുടരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കുടുംബ പ്രാർത്ഥനകളിൽ എൻ്റെ അപ്പനും അമ്മയും ഈ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ് ഏറിയ പങ്ക് പാട്ടുകളും പാടുന്നത്. കാൽവറി ക്രൂശുമായി ബന്ധപ്പെട്ട വാക്കുകൾ മാതാപിതാക്കൾക്ക് അത് പറയുമ്പോൾ അവരെ കണ്ണു നിറയും. ആത്മാർത്ഥതയോടെയായിരുന്നു അവർ പാടുന്നത്. ക്രൂശിന്മേൽ കാണുന്നത് ആരിത എന്നുള്ള പാട്ടുകൾ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൽ വൻകൃപയെ, ആ സർവ്വപാപ കറകൾ തീർത്തു, അവർ ഇങ്ങനെ തുടങ്ങിയ ക്രൂശുമായി ബന്ധപ്പെട്ട പാട്ട് ചില പാട്ടുകൾ പാടാതെ കുടുംബ പ്രാർത്ഥന നിർത്തത്തില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം പിൽക്കാലത്ത് ക്രൂശിൽ കണ്ടു എന്ന ഗാനം ദൈവം എൻ്റെ ഏൽപ്പിക്കാനൊരു കാര്യം. അന്ന് മുതലേ ക്രൂശുമായി ബന്ധപ്പെട്ട് ക്രൂശിനെ സ്നേഹിപ്പാൻ, യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെ സ്നേഹിപ്പാൻ എനിക്കും ഇടയെ തീർന്നിട്ട് 2007 മാർച്ച്, വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ അതിന് ശേഷം ഞാൻ 2007 മാർച്ച് വരുന്നത് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഫയർലൈൻ ഗ്ലോബൽ ചർച്ചിനകത്ത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ എൻ്റെ വിശ്വാസികളോട് പറഞ്ഞു, നമ്മൾ കാറ് കിട്ടിയാലും വീട് കിട്ടിയാലും കുഞ്ഞുങ്ങൾ പാസ്സാകുമ്പോഴും അവരുടെ ഓരോ വഴികൾ തുറക്കും. ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ ആത്മീയമാകട്ടെ ഏത് വിഷയത്തിലും നമ്മൾ പലതിനും നന്ദി പറയാറുണ്ട്. നമ്മളത് കിട്ടുമ്പോൾ നന്ദി പറയാറുണ്ട്. എന്നാൽ കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ യാഗത്തിനും അവൻ്റെ സ്നേഹത്തിനും നമ്മൾ നന്ദി പറയാറുണ്ടോ? അതോ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? കർത്തൃമേശ ദിവസങ്ങളിലോ കഷ്ടാനുഭവ ദിവസങ്ങളിലോ ഒക്കെ നമ്മൾ ഓർക്കത് വലിയ കാര്യമാണ്, ശ്രേഷ്ഠമാണ്. പക്ഷേ എല്ലാ ദിവസവും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്രൂശിൻ്റെ സ്നേഹം. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും പാട്ടിടും സൃഷ്ടാവേ. അപ്പോൾ അത് ഞാൻ വിശ്വാസികളോട് പറഞ്ഞു നമ്മൾ എല്ലാ ദിവസവും നന്ദി പറയണം. ഇന്ന് നമുക്ക് അല്പസമയം നമുക്ക് നന്ദി പറയാം. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അല്പസമയം നമുക്ക് കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഈ യെശയ്യാ പ്രവചനത്തിലെ യേശുവിൻ്റെ ക്രൂശീകരണമായിട്ടുള്ള പ്രവചന വാക്യങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ യേശുവിൻ്റെ ക്രൂശീകരണം വിവരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ചിന്തകൾ അങ്ങനെ കടന്നു പോകുക. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ കണ്ണുനീരോടെ യേശുവിനോട് പറയുക, കർത്താവേ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, പകരം ഞാൻ എന്ത് തരും? ആമേൻ. എനിക്ക് വേണ്ടി അങ്ങ് തുപ്പലേറ്റു, നിന്ദിക്കപ്പെട്ടു, അടിയേറ്റു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അങ്ങ് തകർക്കപ്പെട്ടു, അങ്ങയുടെ ശരീരം ഉഴുവച്ചാൽ പോലെ ഉഴുതു, ക്രൂശിൽ അല്പവസ്ത്രധാരിയായിട്ട് നിൽക്കേണ്ടി വന്നു, തുപ്പലേറ്റു, പടയാളികളാൽ ക്രൂരമായി അടിക്കപ്പെട്ടു. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ഞാൻ വീണ്ടും കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ വിശ്വാസികളോട് പറഞ്ഞു, നമുക്ക് വേണ്ടി യേശു തകർക്കപ്പെട്ടു, തകർക്കപ്പെട്ടു നമുക്ക് വേണ്ടിയാണ്. നമ്മൾ കാട്ടൊലുവാരി നമ്മളെ നാട്ടൊലുവാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായത്. മാത്രമല്ല നമുക്ക് സ്വർഗം അവകാശമായി ലഭിക്കാൻ, ലോകത്തിലെ സകല സമ്പത്ത് കൂടുതലും ലഭിക്കാത്ത പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കാനൊക്കെ ഈ ക്രൂശിയാണ്. അപ്പം നമ്മുടെ സകല നന്മകൾക്കും ആമേൻ ആധാരമായിരിക്കുന്നത് ക്രൂശാണ്. അപ്പോൾ അതിന് നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേന് ആമേൻ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറയാൻ തുടങ്ങിയ വരികൾ പാടാനായിട്ട് തുടങ്ങി. ക്രൂശിൽ കണ്ടു ഞാൻ ആദ്യമായിട്ട് ഞാൻ പാടിയത് ക്രൂശിൽ കണ്ടു എന്ന വരിയല്ല, പകരം എന്തു നൽകും ഞാനിനി,
എൻ്റെ ഹൃദയം പൂർണ്ണമായി നൽകുന്നു. പകരം എന്ത് നൽകും ഞാനിനി? ഞാൻ ദേശത്തെങ്ങും പോകും സുവിശേഷമായി, നന്ദിയോടെ എന്ന് ഓർക്കും, അന്ത്യത്തോളം ഓർമ്മിക്കും ഈ യാഗത്തെ എന്നിത് പറഞ്ഞാണ് ഒടുവിലാണ് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്ന ആദ്യത്തെ വരികൾ എഴുതുന്നത് അവസാനമാണ്. പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ഞാനിതിങ്ങനെ പാടിക്കൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസികൾ പാസ്റ്റർ എവിടുന്ന് കൊണ്ടുവന്ന പാട്ടായിരിക്കണം എന്ന് വിചാരിച്ച് അവരും ഏറ്റുപാടാൻ തുടങ്ങി, അവരും കരയാൻ തുടങ്ങി. എന്നാൽ അല്പം കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, സ്മിത ഈ വരികൾ എഴുതിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് പാടാൻ തുടങ്ങി. ആരാധന ഞങ്ങളുടെ അന്നത്തെ സൺഡേ സർവീസ് തീരേണ്ട സമയമായപ്പോഴും ഞങ്ങൾ പാടി തീർന്നിട്ടില്ല. കണ്ണുനീരും ഒരു മരണ വീട്ടിലെ കണ്ണുനീര് പോലെ കരച്ചിൽ പോലെ ഞങ്ങൾ കരയാൻ തുടങ്ങി, പാട്ടുകൾ പാടാൻ തുടങ്ങി. അതിനുശേഷമാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും, അന്ന് ആർക്കും ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്നില്ല, വൈകിട്ടായപ്പോൾ എല്ലാവരും അവിടെ തന്നെ നിൽക്കുക. ആ ചർച്ച ഹോള് മുഴുവൻ ദൈവസ്ഥാനത്തെല്ലാം അങ്ങ് നിറയപ്പെട്ടു. ഈ പാട്ട് പിന്നത്തേതിൽ ഒരുപാട് ഹൃദയങ്ങളെ സ്പർശിക്കാനിടയെ തരുന്നു. അനവധി ഭാഷകളിലേക്ക്, തമിഴിലും ഹിന്ദിയിൽ അങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഷകൾ, സ്പാനിഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ വരെ ഈ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് പേർക്ക് വ്യക്തിപരമായിട്ട് എന്നോട് ടെസ്റ്റ് മണി പല രാജ്യങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ക്യാൻസറുകൾ സൗഖ്യമായി, പാട്ട് കേട്ട് സൗഖ്യമായ ഒരുപാട് പേരുടെ ചരിത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഇതൊരു ആശ്വാസമായി തീർന്നു. കാരണം ഇതെൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിയിൽ വരുന്നതല്ല, പരിശുദ്ധാത്മാവ് വരിയും ട്യൂണുമായിട്ട് തന്നതാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇത് സ്പർശിക്കുന്നത്. അതെ, ഈ കഷ്ടാനുഭവ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുമ്പം യേശുവിന് നന്ദിയുള്ളവരായിട്ട്, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയുക മാത്രമല്ല, നമ്മളൊരു തീരുമാനമെടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദേശത്തെങ്ങും നമ്മൾ അറിഞ്ഞ ഈ സത്യം മറ്റുള്ളവരോട് പറയാൻ, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായിട്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകട്ടെ. നന്ദിയോടെ ഓർക്കാൻ, ദൈവത്തിന് ഇന്ന് നന്ദി പാടാൻ, അതുപോലെ നമ്മുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യം ലഭിക്കാൻ യശയാപ്രവചനം പറയുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നമുക്ക് സൗഖ്യം ലഭിക്കാൻ, നമുക്ക് ആരോഗ്യം ലഭിക്കാൻ, നമുക്ക് നന്മ ഒക്കെ വേണ്ടി യേശു ക്രൂശിയാണെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് അടിക്കപ്പെട്ടെങ്കിൽ എൻ്റെ ആരോഗ്യം ഇനിയുള്ള നാളുകൾ ദൈവത്തിനായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി എൻ്റെ സമയങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി തരും. എല്ലാ ദിവസവും ഞാനിത് ഓർക്കും. എന്നോട് പകരം എന്ത് നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ഈ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇതാണ് ഈ പാട്ടിൻ്റെ അനുഭവങ്ങൾ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ഇനി പാടുമ്പോൾ സമർപ്പണത്തോടെ ഈ പാട്ടുകൾ നമുക്ക് പാടാം. ദൈവത്തെ വീണ്ടും ആരാധിക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും പാട്ടിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി